അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്മാഉല്ലാഹിൽ ഹസ്ന. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ അൽ മുജീബ് എന്ന അത്യുത്കൃഷ്ടമായ ഒരു നാമത്തെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഒരല്പകാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. തേടുന്നവരുടെ തേട്ടം കേൾക്കുകയും ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകുകയും വിളിക്കുന്നവരെ വെറുതെ മടക്കാതിരിക്കുകയും വിശ്വാസികളെ നിരാശപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നവനാണ് അൽ മുജീബായ അള്ളാഹു. ഇന്ന റബ്ബി ഖരീബും മുജീബ്. നിശ്ചയമായും എൻ്റെ റബ്ബ് സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാകുന്നു. ഇനി നമുക്ക് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്തവരെ കൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഒരിക്കലും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതേപോലെ പ്രാർത്ഥിക്കുന്നവൻ അള്ളാഹുവിൻ്റെ രക്ഷാകർതൃത്വത്തിലും ആരാധ്യതയിലും നാമവിശേഷണങ്ങളിലുമുള്ള ഏകത്വം അംഗീകരിച്ചവനായിരിക്കണം. അതേപോലെ അന്യായമായ വിഭവങ്ങളൊന്നും തന്നെ താൻ അനുഭവിക്കുന്നില്ല എന്ന് പ്രാർത്ഥിക്കുന്നവൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം. ഇനി നമുക്ക് പ്രത്യേകം അള്ളാഹു പരിഗണിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നവനിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദുആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യപ്രകാരമായിരിക്കുക എന്നുള്ളത് പ്രാർത്ഥന പ്രത്യേകം പരിഗണിക്കപ്പെടാനുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന തുടങ്ങുക. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടെ ദുആ ചെയ്യുക. ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് ഒരിക്കലും നിരാശപ്പെടാതിരിക്കുകയും വീണ്ടും വീണ്ടും ദുആ ചെയ്യുകയും ചെയ്യുക. അഥവാ ധൃതി കാണിക്കാതിരിക്കുക. ഉള്ളറിഞ്ഞ് ദുആ ചെയ്യുക. ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ഒരേപോലെ ദുആ ചെയ്യുക. കുടുംബത്തിനും മക്കൾക്കും സ്വത്തിനും സമ്പത്തിനും എതിരിൽ ഒരിക്കലും ദുആ ചെയ്യാതിരിക്കുക. കുറ്റകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരിക്കലും ദുആ ചെയ്യാതിരിക്കുക. ശബ്ദം താഴ്ത്തി ദുആ ചെയ്യുക. പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ടും പൊറുക്കലിനെ തേടിക്കൊണ്ടും പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അംഗീകരിച്ചുകൊണ്ടും അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള ഒരു മനസ്സോടെയും വിനയത്തോടെയും ദുആ ചെയ്യുക. പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹത്തോടെയും ഉറച്ച പ്രതീക്ഷയോടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദുആവചനങ്ങൾ 3 തവണ വീതം ആവർത്തിച്ചുരുവിട്ടുകൊണ്ട് ദുആ ചെയ്യുക. ഖിബിലക്ക് അഭിമുഖമായി ഇരിക്കുക. കൈകൾ ഉയർത്തുക. അള്ളാഹുവെ ഭയന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തുടങ്ങുക. മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുക. സാധ്യമാണെങ്കിൽ ഉളൂ ചെയ്യുക. അസ്മാഉൽ ഹുസ്ന അഥവാ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ പ്രത്യേകം വിളിച്ചുകൊണ്ട് തേടുക. ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്ന് നിന്നുകൊണ്ട് ദുആ ചെയ്യുക. അതെ, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കപ്പെടാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഉത്തരം ലഭിക്കപ്പെടുന്ന സമയങ്ങൾ, സ്ഥലങ്ങൾ, പ്രത്യേകം ഉത്തരം ലഭിക്കപ്പെടുന്ന ചില പ്രാർത്ഥനകൾ എന്നിവയെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.